നിലനക്ഷത്രം ചാനലിൻ്റെ പുതിയ ഫാമിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാമിംഗ് റിലേറ്റഡ് വീഡിയോ ഇടുമ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യമേ. ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ വേസ്റ്റൊക്കെ കോഴിക്കൂടിലെ വേസ്റ്റൊക്കെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻ്റ് ആയിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണെന്ന് വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഒരു 8 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ എൻ്റെ കൂട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത്. എൻ്റെ ഈ ഫാമിൽ മെയിനായിട്ട് ഇപ്പോൾ കോഴികളാണ് ഉള്ളത് കേട്ടോ. എൻ്റെ വീഡിയോ നേരത്തെ കണ്ടവർക്കറിയാം ഞാൻ കോഴികളെയൊക്കെ ഓപ്പണായിട്ടാണ് ഇട്ടേക്കുന്നത്. കൂട് ഇതിൻ്റെ അകത്താണ്, അവർ രാത്രി ഇതിൻ്റെ അകത്ത് കയറിയിരിക്കും, പകൽ അവർ ഫ്രീ ആണ്. ഒരു ചെറിയൊരു ഫെൻസിങ് ഇട്ടിട്ട് തിരിച്ച് ഇവരെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടേക്കുവാണ്. അവർക്കുള്ള ഫുഡും വെള്ളവും എല്ലാം പുറത്താണ്. അപ്പം അകത്ത് രാത്രി റെസ്റ്റിങ്ങിന് മാത്രമേ നമ്മൾ കൂട്ടിക്കയറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട് അത് പെടുന്ന ചീത്തയാകത്തില്ല. അകത്ത് വെള്ളമോ ഒക്കെ നനവുണ്ടായാൽ മാത്രമേ. ഇപ്പോൾ ഇതിനകത്ത് അറക്കപ്പൊടി ചീളമൊക്കെയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം വെള്ളം നനഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ 2 ദിവസം കൂടുമ്പോഴും കൂട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് കുളമാവും. അത്ര സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് വെച്ചാൽ ഇതിപ്പോൾ ഇത്രയും നാളായി 8 മാസമായി ഇതിപ്പോൾ ഇട്ടിട്ട്, എന്നിട്ടും ഈ കൂട്ടിൻ്റെ അടുത്തുനിന്നോ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ കൂടിൻ്റെ അകം നനയുന്നില്ല, അതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല. ഇന്നിപ്പം പൊടി പക്ഷേ കറുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനി ഇതിട്ടാൽ കോഴികൾക്ക് പ്രശ്നമാണ്. വേറെ ഒന്നുമല്ല, ഇതിനകത്ത് അമോണിയം കണ്ടൻറ്റ് കൂടിയാൽ കോഴികളുടെ കണ്ണുകൾക്കൊക്കെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മളതൊന്ന് റിമൂവ് ചെയ്തത്. ഇന്ന് ക്ലീൻ ഡേ ആണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയും നേരമായിട്ട് ഒറ്റ കൂട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. നല്ല സെറ്റാക്കി മൊത്തവും വാരി നല്ല ക്ലീനാക്കി. ഇതുപോലെ വരുന്ന സംഭവമാണ്. നല്ല തിക്കായിട്ടാണ് ഞാൻ അറക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നത്, നല്ല തിക്കായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം പെട്ടെന്നൊന്നും ചീത്തയാകത്തില്ല. ഈ ചൂട് സമയമാകുമ്പോഴത്തേണ്ടല്ലോ ഇവർ ഈ മണ്ണിലും ഈ അറക്കപ്പൊടിക്കകത്തെല്ലാം ഇങ്ങനെ ചിറകിട്ട് അഴിച്ച് കിടക്കും. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ ഈ കോഴികൾക്ക് കോഴിപ്പേൻ്റെ ശല്യം ഉണ്ടാകത്തില്ല. ചൂട് തണുപ്പും കാര്യങ്ങളും കിടക്കുന്നുണ്ടോ കുഴിയിട്ട്. അപ്പം ചൂടിൽ നിന്നും അവർക്ക് ആശ്വാസമാണ്. അവർക്കൊരു നല്ല ഇതാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇപ്പം ഫ്രഷ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നല്ല സുഖമായിരിക്കും ഇത് കിടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അങ്ങ് റിമൂവ് ചെയ്തത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കോഴികൾക്ക് അസുഖവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. കണ്ണിനായാലും അല്ലാതെ വയറിലായാലും ഒക്കെ ഒന്നിന് വന്നു പോയാൽ പിന്നെ തീർന്നു, വലിയ പാടാണ്. പിന്നെ എല്ലാത്തിനെയും എടുത്ത് ഒക്കെ കൊണ്ട് വരിക എന്നുള്ളത്. അപ്പോൾ ഒന്നിനും അസുഖം വരാതെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ കൂടിനകത്ത് ഞാൻ ഇടാൻ പോകുന്നത് അറക്കപ്പൊടി തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മില്ലിൽ നിന്നൊക്കെ നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത്തിരി കുമ്മായം ഇട്ട് കൊടുക്കും. തറയിലെല്ലാം നന്നായിട്ട് കുമ്മായം കുറച്ച് തൂവിട്ട് അതിൻ്റെ മണ്ടയിൽ അറക്കപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിടും. എന്നിട്ടാണ് നമ്മൾ കോഴീനെ അതിട്ട് കയറ്റുന്നത് കേട്ടോ. അതാ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ അധ്വാനം കൊണ്ട് ഇന്നത്തെ ഒരു കൂടിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഇത് നാളത്തേന് വെച്ചേക്കുവാണ്. ഇത് മറ്റന്നാൾ. പക്ഷേ നമുക്കും ചൂട് ഭയങ്കര പ്രശ്നമല്ലേ, എല്ലാവരും ഒരുമിച്ച്. പണ്ടൊക്കെ ഈ 3 കൂട് ഞാൻ ഒറ്റ ദിവസം കൂടെ തന്നെ ക്ലീൻ ചെയ്യുമായിരുന്നു. ക്ലീൻ ചെയ്തിട്ട് ചാക്കിൽ നിറച്ച് വെച്ചിരിക്കുന്നുണ്ടോ അത് ഈ കൂട്ടിൽ എടുത്ത വേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ആൾക്കാർ ഒന്ന് കൊണ്ടുപോയിക്കോളും. അങ്ങനെ ഇവിടെ വേസ്റ്റ് പൊക്കോണ്ടിരിക്കുന്നത്. നേരത്തെ ചോദിക്കും, കൂട് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പേ ആൾക്കാരോട് ചോദിക്കും. ആൾക്കാരുണ്ടോ ഓർഡർ അനുസരിച്ച് അതങ്ങ് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ചാക്കാന്ന് വെച്ചാൽ അതങ്ങ് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പറമ്പിലും ആവശ്യത്തിനുള്ള, എനിക്ക് ഇച്ചിരി ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ പറമ്പിലും ആവശ്യത്തിനോട്ടിട്ട് ബാക്കി അങ്ങ് പാക്ക് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒത്തിരി ആൾക്കാരും ഈ ഹൈടെക് കൂടൊക്കെ ഉള്ളവർക്ക് ഡെയിലി വാഷും പരിപാടികളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനെയൊക്കെ വളത്തിൽ തീറ്റ കൊടുക്കുന്നതിനല്ല പാടിരിക്കുന്നത് കേട്ടോ. ഈ വേസ്റ്റ് മാനേജ്മെൻറ്റാണ് ഏറ്റവും വലിയ പ്രോബ്ലം കേട്ടോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. ഇതിപ്പോൾ 8 മാസം വേണമെങ്കിൽ 1 മാസം കൂടെ കിടക്കും, ഒരു കുഴപ്പമില്ല. കാരണം അത്ര ആയിട്ടില്ല പൊടി. കാരണം അല്ലാത്ത സമയം ഫുള്ള് ഇതിനകത്ത് ഓപ്പണാക്കി ഇട്ടേക്കുന്നതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. എങ്കിലും ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി ഇത്രയും ചൂട് കാലാവസ്ഥയൊക്കെ അത്രയും മോശമായതുകൊണ്ട് ഞാൻ അങ്ങ് വൃത്തിയാക്കി എടുക്കുന്നതേ ഉള്ളൂ നേരത്തെ കേട്ടോ. അപ്പോൾ അത് ഈസിയാണ്. അതുപോലെ 8 മാസം കൂടുമ്പോഴത്തേനും 1-2 ദിവസം ഇച്ചിരിയൊക്കെ ഒന്ന് അധ്വാനിക്കേണ്ടി വരും. അങ്ങനെയാണ്, അത്രേ ഉള്ളൂ. പിന്നെ വെള്ളത്തിനൊക്കെ കണ്ടോ സംഭവം, കുളമുണ്ട്. ഇത് ഞാൻ 2 ദിവസം കൂടുമ്പോഴത്തേനും വെള്ളം മാറ്റും കേട്ടോ. താറാവ് നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു, എന്നാൽ എനിക്ക് ഡെയിലി ഡ്രെയിൻ ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ ഇതിനുള്ള ഡ്രെയിനേജ് ടാങ്കൊക്കെ വേറെ പുറത്ത് കൊടുത്തേക്കുക. നമുക്ക് ആ നോബങ്ങ് തുറക്കേണ്ട പാടേ ഉള്ളൂ. ആ വെള്ളം മൊത്തം ഡ്രെയിൻ ആവും. ജസ്റ്റ് ഒന്ന് ഒടിച്ച് ക്ലീൻ ചെയ്തിട്ട് നിറച്ചിടും. അങ്ങനെയാണ് കോഴികൾക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പറ്റും. ഇനി ഇവർ മഴത്താറാവ് എനിക്കിപ്പോൾ ഉണ്ട്, താറാവ് എനിക്കിപ്പോൾ ഇല്ല. ഇനിയിപ്പോൾ ഈ ചൂട് കഴിഞ്ഞിട്ട് അടുത്ത താറാവിനൊക്കെ എടുക്കാൻ പറ്റത്തുള്ളേ. ചൂട് സമയത്ത്
പുതിയതായിട്ടൊക്കെ കോഴിയും താറാവിനെയൊക്കെ വാങ്ങുന്നത് ഭയങ്കര റിസ്ക്കാണ്. കാരണം പുറത്തുനിന്ന് നമുക്ക് ഇത്രയും കോഴികളൊക്കെ ഉള്ള സ്ഥിതിക്ക് പുറത്തുനിന്നൊക്കെ അതിന് കൊണ്ടുവന്നാൽ കേസ് ഒരെണ്ണത്തിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ളതാണെങ്കിൽ ബാക്കി എല്ലാത്തിനും എഫക്റ്റ് ആവും. അതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല. ഞാൻ താറാവിനെയൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇനിയിപ്പം 1 month കൂടെ കഴിഞ്ഞേ എടുക്കുന്നുള്ളൂ പറഞ്ഞിരിക്കുവാണ്. വെള്ളം എപ്പോഴും വെള്ളം, നേരത്തെ ഞാൻ ഇതിനകത്തൊക്കെ വെള്ളം നിറച്ചിടുക ചെയ്തുകൊണ്ടിരുന്നത് ഈ പാത്രത്തിൻ്റെ അകത്ത് തന്നെ. ഇപ്പം അത് മാറ്റി കുളത്തിലങ്ങ് ഇട്ടേക്കുക. കാരണം ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ വേണ്ടി. ചൂടാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ കോഴികൾക്ക് അതുപോലെ പച്ചിലകൾ നന്നായിട്ട് കൊടുക്കണം കോഴികൾക്ക്. ഇല്ലെങ്കിൽ ചൂടുകാലത്ത് വലിയ പാടാണ് കോഴികളെ കൊണ്ട്. ഒത്തിരി ആൾക്കാരുടെ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ അത്യാവശ്യം ഫാമിംഗ് ചെയ്യുന്നവരുടെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട്. അതിനകത്തൊക്കെ ആൾക്കാർ പോസ്റ്റ് ചെയ്തേക്കുന്നു അസുഖം വരുന്ന കാര്യവും അതുപോലെ ഒത്തിരി കോഴികൾ ചത്തുപോയ കാര്യങ്ങളൊക്കെ ഇടുമ്പം പറഞ്ഞാൽ ഉള്ളിൽ പേടിയാണ്. അത് കാരണമാണ് പെട്ടെന്ന് ഇതെല്ലാം അങ്ങ് ക്ലീനാക്കി റെഡിയാക്കുക. അപ്പം വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഹൈടെക് കൂടിനേക്കാൾ നല്ലത് ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കഷ്ടപ്പാട് കുറച്ച് കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. കോഴികൾക്ക് തീറ്റ കൊടുക്കുക എന്നുള്ളതല്ല പാടുള്ള കാര്യം, അതിൻ്റെ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം. കറക്റ്റായിട്ടുള്ള വേസ്റ്റ് ആയിട്ട് മാറ്റിയില്ലെങ്കിൽ ഇതിപ്പോൾ എൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഫാം ഉള്ളത്. പക്ഷെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്കെന്നല്ല ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇതുവരെ. കാരണം അതുപോലാണ് ഇതാക്കി പോയേക്കുന്നത്. സ്മെല്ലൊന്നും ഉണ്ടാവാതെ ഓപ്പൺ ഇട്ടേക്കുന്നതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പം പുതിയതായിട്ടൊക്കെ കോഴികളെ കുറച്ചായാലും 50 100 ആയാലും വളർത്തുന്നവരായാലും ഒരു കൊച്ചു കൂടും അതിൻ്റെ ചുറ്റിനും ഇതുപോലൊരു ചെറിയ ഒരു ഫെൻസൊക്കെ അടിച്ചൊരു ഏരിയ ഇട്ടേക്കുകയാണെങ്കിൽ കോഴികൾക്കും ഫ്രീ ആയിട്ട് അവർ വളർന്നോളും. നമുക്കും അത്രയും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല വേസ്റ്റ് മാനേജ്മെൻ്റ് ഒന്നും. അപ്പം അതാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി കാര്യം. പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു ചൂടുകാലമായതുകൊണ്ട് കോഴി മുട്ട ഇടുന്ന കുറവാണെന്ന്. പക്ഷെ നമ്മൾ കോഴിക്ക് തീറ്റ കൊടുക്കുന്നോ എങ്ങനെ നോക്കുന്നോ അതുപോലെയാണ് അതിൻ്റെ മുട്ടയിടലും വരുന്നത് കേട്ടോ. ഞാനിപ്പോൾ 1-2 കോഴിയെ ഞാൻ എന്നോ അടച്ചിട്ടാലുണ്ടല്ലോ ഈ ഫെൻസിൻ്റെ ഇടയിൽ നെറ്റിൻ്റെ മുകളിൽ കൂടെ 1-2 പേര് ചാടും. അപ്പോൾ അവരെ ഞാൻ മാറ്റിയിട്ടേക്കുവാണേ, ഒരു കൂടുതൽ അടച്ചിട്ടേക്കുക പുറത്ത് ചാടാത്ത രീതിയിൽ. അപ്പോൾ അവർക്ക് ഞാൻ കൊടുക്കുന്ന ഫുഡ് ഇവർക്ക് കിട്ടുന്നേക്കാളും കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതൽ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഇവരിപ്പം 1-2 ദിവസം മുട്ട ഇടുന്നുണ്ടെങ്കിൽ അവർ 2 മാസമായിട്ട് കണ്ടിന്യൂസ് മുട്ട ഇടുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നു ഈ ചൂടൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ കോഴിയെ നോക്കുന്ന പോലെ ഇരിക്കും നമുക്ക് മുട്ട കിട്ടുന്നത്. നന്നായിട്ട് ഫുഡും വെള്ളവും കാര്യങ്ങളും അതിന് അസുഖമൊന്നും വരാതെ നോക്കിയാൽ അതെന്നും മുട്ട ഇടും കേട്ടോ. അപ്പം കൂടുതൽ മുട്ട ഇടാനുള്ള ടിപ്സ് ഉണ്ടോ എന്നോട് ഒരാളെ ചോദിച്ചിരുന്നു. ഒന്നുമില്ല, നമ്മൾ ഈ കോഴിത്തീറ്റ മാത്രം കൊടുക്കാതെ ഫുഡിൻ്റെ കൂടെ നന്നായിട്ട് പച്ചിലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വീട്ടിലുണ്ടാകുന്ന എല്ലാ വേസ്റ്റും പച്ചക്കറികളുടെ വേസ്റ്റ് ഇപ്പോൾ ചൂടുകാലമാകുമ്പോൾ നമ്മുടെ വീട്ടിലാകും തണ്ണിമത്തനും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ ചക്ക സീസണാണ്. അപ്പോൾ പച്ചച്ചക്ക ആയാലും അത് കുരു കളഞ്ഞിട്ട് അതൊന്ന് അരിഞ്ഞ് വെച്ച് കൊടുക്കുകയായാലും എല്ലാം കോഴിക്ക് കൊടുക്കാം കേട്ടോ. ഇന്നതൊന്നുമില്ല, ഞാൻ എല്ലാ ഫുഡും കോഴികൾക്ക് കൊടുക്കാറുണ്ട്. ഇന്ന ഫുഡൊന്നുമില്ല. പിന്നെ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റപ്പാത്രമൊക്കെ എപ്പം ഫുഡ് കൊടുക്കുന്നതിന് മുമ്പായിട്ടും അത് ക്ലീൻ ചെയ്യണം. കോഴിയല്ലേ നടന്ന അതിനകത്തെല്ലാം കാഷ്ടെടുക്കും. പിന്നെ അതിനകത്ത് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ അതങ്ങ് തിന്ന് കളയും. ഞാൻ 2 നേരമാണ് കോഴിത്തീറ്റ മെയിനായിട്ട് കൊടുക്കുന്നത്. 2 നേരമാണ്. ആ 2 നേരവും തീറ്റ കൊടുക്കുന്നതിന് മുമ്പ് ഈ പാത്രമെല്ലാം ക്ലീൻ ചെയ്തിട്ട് മാത്രമേ ഫുഡ് കൊടുക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ കുട്ടികളെ നോക്കുന്ന പോലൊക്കെ തന്നെ ഈ മൃഗങ്ങളെ കാര്യങ്ങളിലൊക്കെ നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അസുഖം വന്നു പോയാൽ നമുക്ക് ഒത്തിരി നഷ്ടം ഉണ്ടാവും. കുറച്ച് കോഴിക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഒത്തിരിയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒത്തിരി നഷ്ടമാവും അതൊക്കെ. ഇപ്പോൾ എൻ്റെ കോഴി വളർത്തൽ ഒരു 3 വർഷം ആയി കേട്ടോ. ഈ കൂടിനകത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പല കോഴികളെ മാറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഇനി ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് കുമ്മായം വെതറിയിട്ട് പൊടിയിടുക, ഒന്ന് മിക്സ് ചെയ്യുക, കോഴിയിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. പുറത്തോട്ടുള്ളൊരു ഓവാണ്, അത് ഞാൻ ബാക്കിൽ നിന്ന് അടച്ചേക്കുവാണ്. കഴുകി ഇറക്കണമെങ്കിൽ ഇന്ന് എഴുതിയിട്ടിട്ടാണ്. അപ്പോൾ കഴുകി ഇറക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ല നല്ലതല്ല ക്ലീനാണ്. അപ്പം അതടച്ച് വെച്ചിട്ട് കുമ്മായൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ട് കോഴിയെ കയറ്റുക, അതാണ് ഇത്ര പരിപാടി. പിന്നെ ഇത്രയും ചൂടായാലും ഇത്രയും കോഴികൾ, ചില കോഴികളൊക്കെ അടയിരിക്കുന്ന കോഴികളൊക്കെ ഉണ്ട്. എന്നാലും നമ്മളിവിടെ ഈ കോഴിപ്പേൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കോഴിപ്പേന് വേണ്ടി എന്നാ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ എൻ്റെ വീഡിയോ സെക്ഷൻ്റെ അകത്ത് കിടപ്പുണ്ട് അതിനുവേണ്ടിയുള്ള വീഡിയോ ഒക്കെ. പക്ഷെ നമുക്ക് ആ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. കോഴിക്ക് കുറച്ച് ചെകഞ്ഞ് കിടക്കാനും ഒക്കെ ഉള്ളൊരു ഉണ്ടെങ്കിൽ കോഴിപ്പേൻ അങ്ങനെ ഉണ്ടാവില്ല. ഇതിങ്ങനെ കോഴി മണ്ടത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് മണലാണ് കേട്ടോ. ചെകഞ്ഞ് കിടക്കുകയെന്നുണ്ടെങ്കിൽ ഇതിന് ഈ കോഴിപ്പേനെയൊക്കെ തന്നെത്താനെ ഇങ്ങനെ പ്രതിരോധിച്ചോളും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക കോഴിയെ വളർത്തുന്നവർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അക്കാക്ക് കുറച്ചൊക്കെ പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പം ഞാൻ വളർത്തുന്ന കോഴീനെയും താറാവിനെയൊക്കെയാണ്, ടർക്കിനെയൊക്കെയാണ് ഞാൻ വളർത്തുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടുക. ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമൻറ്റായിട്ട് തന്നെ അതിന് മറുപടി തരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ, ഫേസ്ബുക്ക് കാണുന്നവരൊന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല. അപ്പോൾ അടുത്തൊരു ഫാമിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.